കൊള്ളത്തില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. ഇതൊരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിപ്പോയി. അയ്യോ ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടി. ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം എപ്പോഴും ഇല്ലല്ലോ. ചായക്കടയില്ല, പലചരക്ക് കടയില്ല. ഒരാൾക്കിപ്പോൾ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പല പല ബുദ്ധിമുട്ടുകളും ഇതിനകത്ത് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലെന്നുള്ളതാണ് 24 മണിക്കൂർ അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ സാധാരണക്കാരൊക്കെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഓരോ പണിയെടുക്കുന്നുണ്ട്, അവർക്ക് ജീവിക്കണ്ടേ. ഇത് ആവശ്യമില്ലാത്തതാണ്, ജനങ്ങൾക്ക് നഷ്ടം ഒരേ ഇതുണ്ടാക്കണതല്ലേ, നഷ്ടമാണ്. പിന്നെ കടകൾക്കൊക്കെ നഷ്ടം വരുന്ന ഒരു ഇതല്ലേ. ഒരു ചായ കുടിക്കണ ഇത് ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പിന്നെ കഴിച്ചു പോകുന്നതുകൊണ്ട് എനിക്കിപ്പോൾ കുഴപ്പമില്ല. ഇനി വൈകുന്നേരമാണ് പ്രശ്നം. ജനങ്ങൾക്കും ബുദ്ധിമുട്ട്, മറ്റുള്ള കടകൾക്കും മറ്റുള്ള എല്ലാവർക്കും ബാധിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഒരിക്കലും ആവശ്യമല്ല. നമ്മൾ ജോലിയെടുത്തിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പണിമുടക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. എല്ലാവർക്കും തന്നെ ജോലി എടുത്തെങ്കിൽ മാത്രമേ ലോൺ അടക്കണം, പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പണി മുടക്കിയത് കൊണ്ട് നമുക്ക് ഒന്നും നേടാൻ സാധിക്കുന്നില്ല. അതിനോട് ഞാൻ ഇപ്പോൾ ബാങ്കിൽ വന്ന് നോക്കിയതാണ്. ബാങ്ക് ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൈസ എടുക്കേണ്ട ആവശ്യമുണ്ട്, അതിനുവേണ്ടി വന്ന ബാങ്ക് തുറന്നിട്ടുണ്ടെന്ന് തോന്നണം, അതിനുവേണ്ടി വന്നതാണ്. പണിമുടക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണതയാണ് ഈ പാർട്ടിക്കാർ നടത്തുന്നത്. കുറേ സ്ഥലത്ത് പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തടയും. നേരത്തെ ഇതുപോലെ ഒരു പണിമുടക്കുണ്ടായിരുന്നപ്പോൾ കാറ്റഴിച്ചു വിട്ടു പിള്ളേർ. ഈ പ്രാവശ്യം പിന്നെ അതൊന്നുമില്ല. ചേട്ടനോട് മര്യാദയ്ക്ക് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞൊരു 2 പിള്ളേർ വന്നു. പ്രായത്തിനെ മാനിച്ചുകൊണ്ട് ഞാനൊന്നും ചെയ്യണമെന്നില്ല, ഇല്ലെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് അതിനു മുമ്പ് കാറ്റഴിച്ചു വിട്ട് കഴിഞ്ഞു. അങ്ങനെ ഈ തവണ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പണിമുടക്ക് പൊതുവെ വിജയകരമാണ്. വണ്ടികളൊന്നും ഓടുന്നില്ല, ഓഫീസുകളൊക്കെ അടഞ്ഞു, കടകളെല്ലാം എല്ലാം അടഞ്ഞു, ഹോട്ടലുകളെല്ലാം അടഞ്ഞു. ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് തന്നെ, ബ്രെഡും ജാമൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടും. ആവശ്യം തന്നെയാണ്. ചില ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചിലത് കഷ്ടപ്പെടേണ്ടി വരുള്ളൂ. വലിയ രീതിയിലൊന്നും ബാധിച്ചില്ല, നമ്മൾ വർക്കിംഗ് ആണ്. പക്ഷേങ്കിൽ കൊള്ളത്തില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം എല്ലായിടത്തും അടച്ച് ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ്. ഇപ്പോൾ ജോലിക്ക് വന്നവർ, പിന്നെ ഹോസ്റ്റലിൽ നിന്നൊക്കെ നിൽക്കുന്നവരുണ്ട്, അവർക്കൊക്കെ ഫുഡൊക്കെ എല്ലാം ക്ലോസ്ഡ് ഇട്ടേക്കുമല്ലേ. അതുകൊണ്ട് ഭയങ്കര പാടാണ്, ഇഷ്ടമായില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പല ജോലിക്ക് പോണവർക്ക് സാധനങ്ങൾ വാങ്ങാൻ കടകളെല്ലാം അവധി, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. പാവപ്പെട്ട ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഇത്. ഇപ്പോൾ വീട്ടിൽ മക്കൾക്കും ഭാര്യയ്ക്കും വൈഫിനും വയ്യ പറഞ്ഞിട്ട് അതിൻ്റെ ഇതിൽ എമർജൻസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഭയങ്കര ഇതാണ്. അങ്ങനെയൊക്കെ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ നമ്മൾ നാട് വിട്ട് വന്ന് നിൽക്കുമ്പോൾ അതിനൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. So I live in Chennai. I came to Wayanad to visit my grandparents' house, but due to the hartal, all my plans got cancelled. അയ്യോ ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാവർക്കും ജനങ്ങൾക്ക് കണ്ടില്ലേ ആൾക്കാരെ ബുദ്ധിമുട്ട്. എല്ലാവർക്കും ബുദ്ധി. ഇത് അവരവർക്ക് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതാ സേവാഭാരതിക്ക് നിൽക്കുക, സഹായിക്കുക. പോലീസുണ്ട്, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കണ്ടില്ലേ. ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം എപ്പോഴും ഇല്ലല്ലോ. നമ്മുടെ ആവശ്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമരമാണത്. സമരത്തിന് ഉഴപ്പമാണ്. നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങി ഇപ്പോൾ പോവുകയാണ് വീട്ടിൽ. ഇന്ന് ലീവാണ്. നടന്നാലും വീട്ടിലെത്തിയല്ലേ ഉള്ളൂ. നമ്മുടെ ആവശ്യമല്ലേ, സമരത്തിനൊപ്പമാണ്. ബുദ്ധിമുട്ടെല്ലാം പ്രശ്നമല്ല, കാരണം എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ. കാരണം ഇന്നലെ പ്രഖ്യാപിച്ച സമരമല്ലല്ലോ ഇത്, വളരെ നേരത്തെ പ്രഖ്യാപിച്ച സമരമല്ല. വളരെ ബുദ്ധിമുട്ടി. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി. ബസ്സുമില്ല. നമുക്ക് പോലീസ് വാഹനം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ബുദ്ധിമുട്ടാണ്. ഈ ഹർത്താൽ ഇത്ര പെട്ടെന്നുള്ള ഒരു ഇത് നമ്മൾ ഉദ്ദേശിച്ചില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ബസ്സിലാണ് പോകുന്നത്. ഇനിയിപ്പം ഇരട്ടി പൈസ കൊടുത്താണ് ഞങ്ങളെ വീട്ടിലെത്താൻ. ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് എത്തിച്ചെന്നേ ആവണം. ഇതൊരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിപ്പോയി.